അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്കളെ, നാളെ പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നാളെ ഫിഖിന്റെ എക്സാം ആണ് 5ാം ക്ലാസ്സിൽ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നാളത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ മോഡല് പരിചയപ്പെടുത്തുന്നു. ചോദ്യങ്ങൾ ഏത് രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് മനസ്സിലാക്കുക. പാഠം നന്നായിട്ട് പഠിക്കുക, തദ്രീബാത്ത് പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ നിങ്ങളെ പോലെ ഈ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ എത്തും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ അവർക്കും ഉപകാരപ്പെടും. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. നമുക്ക് ചോദ്യപേപ്പർ നോക്കാം. ഒന്ന് യോജിപ്പിക്കാം. മക്കൾ, ഒന്നാമത്തെ കള്ളിയിൽ ഉള്ളതിനോട് യോജിച്ചത് 3ാമത്തെ കള്ളിയിലുണ്ട്. അതിന്ന് എടുത്തിട്ട് 2ാമത്തെ കള്ളിയിൽ എഴുതി കൊടുക്കുക. 1 നിസ്കാരത്തിൽ തല തുറന്നിടുക, കറാഹത്ത്. 2 നല്ല ചെരുപ്പ് ധരിക്കുക, ജായിസ്. 3 സലാം പറയുക, നഫ്ല്. 4 മദ്യപാനം എന്ന് പറഞ്ഞാല് കള്ള് പോലെയുള്ള കാര്യങ്ങൾ കുടിക്കുക, ഹറാം. 5 ഫർള് ഐന്, 5 വക്ത നിസ്കാരം. ഫർള് കിഫായ, മയ്യത്ത് നിസ്കാരം. 7 ഹൈദിന്റെ ചുരുങ്ങിയ രൂപം 1 ദിവസം. ഇനി 2 കാര്യങ്ങൾ എഴുതേണ്ടത്. 1 വെള്ളം 3 വിധം, തോറ്, തോവറ്, നജസ്. ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതിയാൽ മതി. നജസ്സുകൾ 3 വിധം, മുഅല്ലല്, മുതവസ്സിത്ത്, മുഖഫഫ്. ഏതെങ്കിലും 2 കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. 3 കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം, തരുമൂക്ക് പൊട്ടി ഒലിച്ച രക്തം, ഹൈദ് രക്തം, മുഅല്ലലല്ലാത്ത അന്യരക്തം. 4 വുളൂഇന്റെ സുന്നത്തുകൾ. ഖിബലക്ക് മുന്നിടുക, മിസ്വാക്ക് ചെയ്യുക, സംസാരിക്കാതിരിക്കുക, തുടർച്ചയായി ചെയ്യുക. 3 വ്യക്തമാക്കാം. നിഫാസ്. നിഫാസ് എന്താന്ന് എഴുതുക. പ്രസവം കഴിഞ്ഞ ശേഷം 15 ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണ്. ഇനി 2 സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിക്കൽ സുന്നത്തായത്, അസ്സലാത്ത ജാമിഅ. 3 ഇഖാമത്തിന്റെ 2 കലിമത്തുകൾ കേൾക്കുമ്പോൾ പറയേണ്ടത് അഖാമ അല്ലാഹു വ അദാമ വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. 4 ഹയാലാത്തുകൾ കേൾക്കുമ്പോൾ പറയേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 7 ഉത്തരം എഴുതാം. 2 വാങ്ക് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതാണ്? സുബ്ഹി, ജുമുഅ. 2 തയമ്മം ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് 2 കാര്യങ്ങൾ. വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർദ്ദത്താവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിനു വേണ്ടി ചെയ്ത തയമ്മം വെള്ളം ലഭിക്കൽ കൊണ്ടും ബാത്തിലാകും. 3 ഇസ്തിഹാലത്ത് എന്നാൽ എന്താണ്? ഹൈലിന്റെയോ നിഫാസിന്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തമാണത്. 4 പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്? പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ്. 5 മുഖഫഫായ നജസ് ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ്? നജസിനേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. ഇനി ക്രമത്തിലാക്കാം. ഇത് ഹലറത്തി സലാത്തു ഫൽ യുദ്ദിൻ ലക്കും അഹദുക്കും. 60 പൂരിപ്പിക്കാം. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ മുത്തനജിസാകും. മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. ഈ രീതിയിലാണ് നാളെ ചോദ്യപേപ്പർ ഉണ്ടാവുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ ചീത്ത, മോശപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ അവർക്ക് പഠിക്കാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ സ്വാലിഹ പ്രവർത്തനങ്ങൾക്ക് സ്വീകരിക്കട്ടെ. വീട്ടിൽ നാം വിജയിപ്പിക്കട്ടെ. നാളെ നടക്കുന്ന പരീക്ഷയിൽ എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.